അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ കേരള നദൂത്തുൽ മുജാഹിദീൻ്റെ ഉംറ സംഘം ഇന്ന് സന്ദർശനത്തിന് വേണ്ടി പുറപ്പെട്ടിട്ടുള്ളത് ത്വായിഫിലേക്കാണ്. രാവിലെ തന്നെ ത്വായിഫിൽ എത്തിക്കഴിഞ്ഞു. ത്വായിഫിലെ വളരെ പ്രധാനപ്പെട്ട പള്ളിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരുള്ള മസ്ജിദിൻ്റെ പുറത്ത് പ്രധാന കവാടത്തിൻ്റെ ഭാഗത്താണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നമ്മൾ ചരിത്രങ്ങളിലൂടെ മനസ്സിലാക്കുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും അതിബുദ്ധിമാനായ, ജീവിതം കൊണ്ട് റസൂലിൻ്റെ കൂടെ റസൂലിൻ്റെ സഹവാസം കൂടി അങ്ങനെ മഹാനായ ഒരു സ്വഹാബിയായി മാറിയ ഏറ്റവും പ്രവാചകൻ്റെ അടുത്ത സന്തത സഹചാരിയായിരുന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അതുമാത്രമല്ല, പ്രവാചകൻ്റെ പിതൃവ്യ പുത്രനാണ്. ഉമ്മത്ത് മുഹമ്മദിയിലെ അറിവിൻ്റെ വസന്തം എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. രാത്രി നമസ്കാരത്തിലും പകൽ മുഴുവൻ വ്രത ദിനങ്ങളിലുമായി കുറേ ദിവസങ്ങൾ അങ്ങനെ ആരാധനയുടെ കാര്യത്തിൽ വളരെ സൂക്ഷ്മത പാലിച്ച മഹാനായ സ്വഹാബിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അതുമാത്രമല്ല, വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനം എഴുതിയവരുടെ കൂട്ടത്തിൽ റഈസുൽ മുഫസ്സിരീൻ എന്നറിയപ്പെടുന്ന സ്വഹാബികളിൽ പ്രമുഖനായ സ്വഹാബിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അതുമാത്രമല്ല, ഹിജ്റയുടെ ഏതാണ്ട് 3 വർഷം മുമ്പേ ആണ് അദ്ദേഹം ജനിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്ന സമയത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്ന വയസ്സ് 13 വയസ്സ് പ്രായമാണ്. അതിനുശേഷം അദ്ദേഹം ഏതാണ്ട് 1600-ലേറെ ഹദീസുകൾ ആ സമയമാകുമ്പോഴത്തേക്ക് 13 വയസ്സാകുമ്പോഴത്തേക്ക് നല്ല ഓർമ്മശക്തിയുള്ള, ബുദ്ധിയുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹൃദ്യസ്ഥമാക്കി എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ദഅവാ പ്രവർത്തനങ്ങൾ, പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും മുസ്ലിം ഉമ്മത്തിന് നല്ലൊരു അടിസ്ഥാനം ഈ ത്വായിഫ് പ്രദേശത്തുണ്ടാക്കുകയും ചെയ്തു എന്നുള്ള ഏറ്റവും വലിയ ഒരു ദൗത്യം ആണ് അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ കുറച്ച് ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരുള്ള മക്തബ് ദൂരെ നമുക്ക് കാണാം. അവിടേക്ക് ഒരുപാട് സന്ദർശകരുടെ തിരക്ക് ഉണ്ട്. കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ പേരുള്ള വീട്, താമസിച്ച വീട് എന്ന സ്ഥലമുണ്ട്. അവിടെ അത് തൊട്ടടുത്ത് തന്നെയായിട്ട് അദ്ദേഹത്തിൻ്റെ ഖബറിടം സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രമേൽ അറിവും യുക്തിയും ബോധവും ഒക്കെയുള്ള മഹാനായ സ്വഹാബിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളാണ് ത്വായിഫിൽ വരുമ്പോൾ ഹാജിമാരും ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുന്നവരും ചരിത്രം മനസ്സിലാക്കുന്നവരും അയവിറക്കുന്നത്. തീർച്ചയായിട്ടും ഹജ്ജിനും ഉംറയ്ക്കൊക്കെ ഇവിടത്തേക്ക് മക്കയിലേക്ക് വരുന്ന, തീർത്ഥാടനത്തിന് വരുന്ന ഹാജിമാർ ഇവിടെ സന്ദർശിക്കുകയും ഈ ചരിത്രങ്ങളൊക്കെ അയവിറക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിലൂടെ ഒരുപാട് പാഠങ്ങൾ മുസ്ലിം ഉമ്മത്തിന് പഠിക്കാനുണ്ട്. ഇങ്ങനെയുള്ള പ്രവാചകൻ്റെ ഏറ്റവും അടുത്ത സന്തത സഹചാരികളായ സ്വഹാബികളെ മാതൃകയാക്കാനും അവർ ജീവിച്ച പാതയിലൂടെ മുന്നേറാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കോഴിക്കോട് നിന്ന് ജനുവരി 22 പുറപ്പെട്ട ഉംറയ്ക്ക് വേണ്ടി പുറപ്പെട്ട സംഘമാണ് തായിഫിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ചരിത്ര ഇടങ്ങൾ സന്ദർശിക്കുന്ന കൂട്ടത്തിൽ ആദ്യമായി ഇന്ന് രാവിലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും ഇത്തരം സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനും ഈ ഇസ്ലാമികമായ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനും ഗുണപാഠങ്ങൾ ഉണ്ടാകുവാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാന്മാരായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികളുടെ കൂട്ടത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ത്വായിഫിൽ നിന്ന് കേരള നദൂത്തുൽ മുജാഹിദീൻ ഉംറ സംഘത്തിൻ്റെ അമീർ നൗഷാദ് കരുവണ്ണൂർ.